നമസ്കാരം. നക്ഷത്ര വാരഫലം എന്ന പരിപാടിയിലേക്ക് സ്വാഗതം. ജൂലൈ 21 മുതൽ 28 വരെയുള്ള ഒരാഴ്ചക്കാലം ഓരോ രാശിക്കാർക്കും എങ്ങനെയായിരിക്കുമെന്നും ഭാഗ്യ ദിവസങ്ങൾ ഏതൊക്കെയാണെന്നും നോക്കാം. മേടം രാശി. അശ്വതി, ഭരണി, കാർത്തിക നക്ഷത്രത്തിന്റെ കാൽഭാഗം ഉൾക്കൊള്ളുന്നതാണ് മേടരാശി. ഈ രാശിക്കാർക്ക് ഈ ആഴ്ച ഊർജ്ജസ്വലവും ക്രിയാത്മകവുമായിരിക്കും. പുതിയ പദ്ധതികൾ ആരംഭിക്കുവാനും നിലവിലുള്ളവയിൽ മുന്നേറുവാനും സാധിക്കും. ഈ നക്ഷത്രക്കാരെ സംബന്ധിച്ച ശേഷം ഈ രാശി നല്ല സമയമാണ്. തൊഴിൽ രംഗത്ത് ചില പുതിയ അവസരങ്ങൾ ലഭിച്ചേക്കും. സാമ്പത്തിക കാര്യങ്ങളിൽ മിതമായ പുരോഗതി പ്രതീക്ഷിക്കാം. അനാവശ്യ ചിലവുകൾ ഒഴിവാക്കാൻ ശ്രദ്ധിക്കുക. കുടുംബജീവിതത്തിൽ ചെറിയ അഭിപ്രായ വ്യത്യാസങ്ങൾ ഉണ്ടാവാം. ക്ഷമയോടെ കൈകാര്യം ചെയ്യുക. ആരോഗ്യ കാര്യങ്ങൾ കൂടുതൽ ശ്രദ്ധ നൽകുന്നത് നല്ലതാണ്. ഈ രാശിക്കാരുടെ ഭാഗ്യ ദിവസം ജൂലൈ 26 ഇടവം. കാർത്തികയുടെ മുക്കാൽ ഭാഗവും രോഹിണി, മകയിരം ആദ്യ 2 പാദം എന്നിവ ഉൾപ്പെടുന്നതാണ് ഇടവൻ രാശി. ഈ രാശിക്കാർക്ക് ഈ ആഴ്ച സാമ്പത്തിക കാര്യങ്ങളിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കേണ്ടി വരും. വരുമാനം വർദ്ധിപ്പിക്കുവാനുള്ള പുതിയ വഴികൾ കണ്ടെത്താൻ സാധ്യതയുണ്ട്. നിക്ഷേപങ്ങളെക്കുറിച്ച് ആലോചിക്കാൻ ഉള്ള നല്ല സമയമാണ്. തൊഴിൽ രംഗത്ത് ചില വെല്ലുവിളികൾ നേരിട്ടേക്കാം. എന്നാൽ കഠിനാധ്വാനത്തിലൂടെ അവയെ അതിജീവിക്കാൻ സാധിക്കും. കുടുംബത്തിൽ സന്തോഷകരമായ നിമിഷങ്ങൾ ഉണ്ടാകും. പ്രണയബന്ധങ്ങളിൽ കൂടുതൽ ശ്രദ്ധയും സ്നേഹവും നൽകുന്നത് നല്ലതാണ്. ഈ രാശിക്കാരുടെ ഭാഗ്യ ദിവസം ജൂലൈ 21, 28. മിഥുനം. മകയിരം അവസാനം 2 പാദം, തിരുവാതിര, പുണർദം മുക്കാൽ ഭാഗം എന്നിവ ഉൾപ്പെടുന്നതാണ് മിഥുനം രാശി. ഈ രാശിക്കാർക്ക് ഈ ആഴ്ച ആശയവിനിമയത്തിനും പഠനത്തിനും പ്രാധാന്യം നൽകേണ്ടി വരും. പുതിയ കാര്യങ്ങൾ പഠിക്കാനും അറിവ് വർദ്ധിപ്പിക്കുവാനും അവസരം ലഭിക്കും. തൊഴിൽ രംഗത്ത് പുതിയ പ്രോജക്റ്റുകൾ ഏറ്റെടുക്കാൻ സാധ്യതയുണ്ട്. സാമ്പത്തികമായി മെച്ചപ്പെട്ട സ്ഥിതി പ്രതീക്ഷിക്കാം. സുഹൃത്തുക്കളുമായി സമയം ചെലവഴിക്കുന്നത് സന്തോഷം നൽകും. യാത്രകൾക്ക് സാധ്യതയുണ്ട്, എന്നാൽ ശ്രദ്ധിച്ചു വേണം. ഈ രാശിക്കാരുടെ ഭാഗ്യ ദിവസം ജൂലൈ 24. കർക്കിടകം. പുണർദം കാൽഭാഗം, പൂയം, ആയില്യം എന്നിവ ചേർന്നതാണ് കർക്കിടകം രാശി. ഈ രാശിക്കാർക്ക് ഈ ആഴ്ചക്കാലം കുടുംബ ബന്ധങ്ങൾക്കും വ്യക്തിപരമായ കാര്യങ്ങൾക്കും ഊന്നൽ നൽകേണ്ടി വരും. കുടുംബത്തിൽ സന്തോഷവും ഐക്യവും നിലനിൽക്കും. സാമ്പത്തിക കാര്യങ്ങളിൽ നേട്ടങ്ങൾ പ്രതീക്ഷിക്കാം. എന്നാൽ അപ്രതീക്ഷിത ചെലവുകൾ വരാൻ സാധ്യതയുണ്ട്. തൊഴിൽ രംഗത്ത് സാധാരണമായ ഒരു കാലഘട്ടമായിരിക്കും ഇത്. ആരോഗ്യ കാര്യങ്ങളിൽ കൂടുതൽ ശ്രദ്ധ നൽകുക. ഈ രാശിക്കാരുടെ ഭാഗ്യ ദിവസം ജൂലൈ 22, 29 തീയതികളാണ്. ചിങ്ങരാശി. മകം, പൂരം, ഉത്രത്തിന്റെ കാൽഭാഗം എന്നിവ ഉൾപ്പെടുന്നതാണ് ചിങ്ങൻ രാശി. ഈ രാശിക്കാർക്ക് ഈ ആഴ്ചക്കാലം നേതൃത്വപരമായ കഴിവുകൾ പ്രകടിപ്പിക്കാൻ അവസരം ലഭിക്കും. തൊഴിൽ രംഗത്ത് അംഗീകാരം ലഭിച്ചേക്കും. പുതിയ ഉത്തരവാദിത്തങ്ങൾ ഏറ്റെടുക്കേണ്ടി വരും. സാമ്പത്തികമായി ലാഭകരമായ ഒരു കാലഘട്ടമായിരിക്കും ഇത്. എന്നാൽ അമിത ആത്മവിശ്വാസം ഒഴിവാക്കുക. പ്രണയബന്ധങ്ങൾ നല്ല മാറ്റങ്ങൾ പ്രതീക്ഷിക്കാം. സാമൂഹ്യ ഇടപെടലുകൾ സജീവമായിരിക്കും. ഈ രാശിക്കാർക്ക് ഭാഗ്യ ദിവസം ജൂലൈ 27. കന്നിരാശി. ഉത്രം നക്ഷത്രത്തിന്റെ മുക്കാൽ ഭാഗം, അത്തം, ചിത്തിര നക്ഷത്രത്തിന്റെ ആദ്യ 2 പാദം എന്നിവ ഉൾപ്പെടുന്നതാണ് കന്നിരാശി. ഈ രാശിക്കാർക്ക് ഈ ആഴ്ച ജോലിയിലും ആരോഗ്യത്തിലും കൂടുതൽ ശ്രദ്ധ നൽകേണ്ടി വരും. ജോലികളിൽ കൃത്യതയും സൂക്ഷ്മതയും ആവശ്യമാണ്. ആരോഗ്യ കാര്യങ്ങളിൽ ചെറിയ ബുദ്ധിമുട്ടുകൾ ഉണ്ടാവാം. ഇക്കാര്യം ശ്രദ്ധിക്കുക. സാമ്പത്തിക കാര്യങ്ങളിൽ ചില വെല്ലുവിളികൾ നേരിട്ടേക്കാം. എന്നാൽ ശ്രദ്ധയോടെ കൈകാര്യം ചെയ്താൽ നഷ്ടങ്ങൾ ഒഴിവാക്കാം. കുടുംബത്തിൽ ചില പ്രശ്നങ്ങൾ ഉണ്ടാവാൻ സാധ്യതയുണ്ട്. ക്ഷമയോടെ പരിഹരിക്കുക. ഈ രാശിക്കാരുടെ ഭാഗ്യ ദിവസം ജൂലൈ 23. തുലാം രാശി. ചിത്തിര നക്ഷത്രത്തിന്റെ അവസാന 2 പാദം,
ചോതി, വിശാഖം അവസാന 3 പാദം ഉൾപ്പെടുന്നതാണ് തുലാം രാശി. ഈ രാശിക്കാർക്ക് ഈ ആഴ്ചക്കാലം സാമൂഹിക ഇടപെടലുകൾക്കും ബന്ധങ്ങൾക്കും പ്രാധാന്യം നൽകേണ്ടി വരും. പുതിയ സൗഹൃദങ്ങൾ ഉണ്ടാവാം. പ്രണയബന്ധങ്ങളിൽ സന്തോഷം നിറയും. തൊഴിൽ രംഗത്ത് സഹപ്രവർത്തകരുമായി നല്ല ബന്ധം നിലനിർത്താൻ സാധിക്കും. സാമ്പത്തിക കാര്യങ്ങളിൽ നല്ല പുരോഗതി പ്രതീക്ഷിക്കാം. നിയമപരമായ കാര്യങ്ങളിൽ ജാഗ്രത പാലിക്കുക. ഈ രാശിക്കാരുടെ ഭാഗ്യ ദിവസം ജൂലൈ 25 വൃശ്ചിക രാശി. വിശാഖം കാൽഭാഗം, അനിഴം, തൃക്കേട്ട എന്നിവ ഉൾപ്പെടുന്നതാണ് വൃശ്ചികം രാശി. ഈ രാശിക്കാർക്ക് ഈ ആഴ്ചക്കാലം സാമ്പത്തിക കാര്യങ്ങളിൽ ചില വെല്ലുവിളികൾ നേരിടേണ്ടി വന്നേക്കാം. സാമ്പത്തിക ഇടപാടുകളിൽ ജാഗ്രത പുലർത്തുക. തൊഴിൽ രംഗത്ത് ചില തടസ്സങ്ങൾ ഉണ്ടാവാം. എന്നാൽ കഠിനാധ്വാനത്തിലൂടെ അവയെ അതിജീവിക്കാൻ സാധിക്കും. കുടുംബത്തിൽ ചെറിയ അസ്വാരസ്യങ്ങൾ ഉണ്ടാകാം. ആരോഗ്യകാര്യങ്ങൾ കൂടുതൽ ശ്രദ്ധ നൽകുക. ഈ രാശിക്കാരുടെ ഭാഗ്യ ദിവസം ജൂലൈ 22 ധനുരാശി. മൂലം, പൂരാടം, ഉത്രാടം നക്ഷത്രത്തിന്റെ കാൽഭാഗം ഉൾപ്പെടുന്നതാണ് ധനുരാശി. ഈ രാശിക്കാർക്ക് ഈ ആഴ്ച പുതിയ അവസരങ്ങൾക്കും യാത്രകൾക്കും സാധ്യതയുണ്ട്. ഭാഗ്യം നിങ്ങളുടെ കൂടെയുണ്ടാകും. തൊഴിൽ രംഗത്ത് പുതിയ നേട്ടങ്ങൾ കൈവരിക്കാൻ സാധിക്കും. സാമ്പത്തികമായി ലാഭകരമായ ഒരു കാലഘട്ടമായിരിക്കും ഇത്. പ്രണയബന്ധങ്ങളിൽ സന്തോഷം നിറയും. ആത്മീയ കാര്യങ്ങളിൽ താല്പര്യം വർദ്ധിക്കും. ഈ രാശിക്കാരുടെ ഭാഗ്യ ദിവസം ജൂലൈ 26 മകരം രാശി. ഉത്രാടം അവസാന 3 പാദം, തിരുവോണം, അവിട്ടം ആദ്യ 2 പാദം ഉൾപ്പെട്ടതാണ് മകരം രാശി. ഈ രാശിക്കാർക്ക് ഈ ആഴ്ചക്കാലം ഉത്തരവാദിത്തങ്ങൾ വർദ്ധിക്കാൻ സാധ്യതയുണ്ട്. ജോലികളിൽ കൂടുതൽ ശ്രദ്ധയും കഠിനാധ്വാനം ആവശ്യമാണ്. സാമ്പത്തിക കാര്യങ്ങളിൽ മിതമായ പുരോഗതി പ്രതീക്ഷിക്കാം. കുടുംബപരമായ കാര്യങ്ങളിൽ സന്തോഷമുണ്ടാകും. ആരോഗ്യ കാര്യങ്ങളിൽ കൂടുതൽ ശ്രദ്ധ നൽകുക. പുതിയ കാര്യങ്ങൾ പഠിക്കാൻ അവസരം ലഭിക്കും. ഈ രാശിക്കാരുടെ ഭാഗ്യ ദിവസം ജൂലൈ 21, 28 തീയതികളാണ്. കുംഭരാശി. അവിട്ടം അവസാന 2 പാദം, ചതയം, പൂരുട്ടാതി 3/4 ഭാഗം ഉൾപ്പെടുന്നതാണ് കുംഭം രാശി. ഈ രാശിക്കാർക്ക് ഈ ആഴ്ച പുതിയ ആശയങ്ങൾ രൂപീകരിക്കുവാനും സാമൂഹിക പ്രവർത്തനങ്ങൾ ഏർപ്പെടുവാനുള്ള നല്ല സമയമാണ്. സുഹൃത്തുക്കളുമായി സമയം ചെലവഴിക്കുന്നത് സന്തോഷം നൽകും. സാമ്പത്തികമായി മെച്ചപ്പെട്ട അവസ്ഥ പ്രതീക്ഷിക്കാം. തൊഴിൽ രംഗത്ത് പുതിയ അവസരങ്ങൾ ലഭിക്കാൻ സാധ്യതയുണ്ട്. കുടുംബത്തിൽ സമാധാനം നിലനിർത്തും. ഭാഗ്യ ദിവസം ജൂലൈ 24 മീനം രാശി. പുരുരുട്ടാതി അവസാന പാദം, ഉത്രട്ടാതി, രേവതി എന്നീ നക്ഷത്രങ്ങൾ ഉൾക്കൊള്ളുന്നതാണ് മീനൻ രാശി. ഈ രാശിക്കാർക്ക് ഈ ആഴ്ച വൈകാരികമായ ചില അനുഭവങ്ങൾ ഉണ്ടാവാം. ആത്മീയ കാര്യങ്ങൾ ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നത് മനസ്സിന് ശാന്തത നൽകും. സാമ്പത്തിക കാര്യങ്ങളിൽ ചില ആശയക്കുഴപ്പങ്ങൾ ഉണ്ടാവാം. ഇക്കാര്യം ശ്രദ്ധിക്കുക. തൊഴിൽ രംഗത്തെ ചില മാറ്റങ്ങൾ പ്രതീക്ഷിക്കാം. ആരോഗ്യ കാര്യങ്ങൾ കൂടുതൽ ശ്രദ്ധ നൽകുക. പ്രണയബന്ധങ്ങളിൽ ക്ഷമ പാലിക്കുന്നത് നല്ലതാണ്. ഈ രാശിക്കാരുടെ ഭാഗ്യ ദിവസം ജൂലൈ 27 ഈ പ്രവചനങ്ങൾ പൊതുവായ സൂചനകൾ മാത്രമാണ്. നിങ്ങളുടെ വ്യക്തിഗത ജാതകവും ഗ്രഹസ്ഥിതിയും അനുസരിച്ച് ഫലങ്ങളിൽ വ്യത്യാസം വരാം. ഈ ആഴ്ച നിങ്ങൾക്ക് എല്ലാവിധ ഐശ്വര്യങ്ങളും ഉണ്ടാവട്ടെ എന്ന് ആശംസിക്കുന്നു. നക്ഷത്ര വാരഫലം എന്ന പരിപാടിയുടെ പുതിയ എപ്പിസോഡുമായി വീണ്ടും കാണാം. നന്ദി, നമസ്കാരം.